ഞങ്ങളുടെ ഷെയർ തന്നേക്ക്. വസുന്ധര, നിങ്ങളുടെ അമ്മായച്ചന്റെ ഒപ്പം ജോലി ചെയ്ത ഒരു സീനിയർ ആയതുകൊണ്ട് പറയാണ്, ഈ പിടിവാശ നല്ലതല്ല മോളെ. ഈ കണ്ടീഷൻ ഇവിടെ വെച്ച് ഒഴിവാക്കുന്നതാ നല്ലത്. എന്റെ മുത്തശ്ശന്റെ കൂടെ ജോലി ചെയ്ത ആളാ താൻ. മുകളിൽ അദ്ദേഹത്തോടൊപ്പം റെസ്റ്റ് എടുക്കുന്നതിന് പകരം ഇവിടെ എന്തെടുക്കാടോ? തന്റെ അഡ്വൈസ് ആരെങ്കിലും ഇവിടെ ചോദിച്ചോ? മൂത്തവരെ ബഹുമാനിക്കാതെ നിങ്ങൾ എന്ത് സംസാരിക്കേ? വായടക്കേ, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കേ. അത് പറയാൻ നീ ആരാ? പ്ലീസ്. സുബ്രഹ്മണ്യം സാർ, എന്താ ഇത്? PR ഗ്രൂപ്പിന്റെ സ്ഥാപകനായ നിങ്ങളുടെ മുത്തശ്ശൻ പരശുരാമൻ സാർ സ്വന്തമായി ബൈലോസിൽ എഴുതി വെച്ചിരുന്ന ഒരു നിയമമുണ്ട് മോനെ. ഈ കമ്പനിയുടെ CEO സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി 100 ദിവസം ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ജീവിക്കേണ്ടതാണ്. ഏത് സാഹചര്യം വന്നാലും തൻ്റെ സ്വന്തം പേരോ കുടുംബത്തിൻ്റെ പേരോ ഇവിടെയുള്ള പണമോ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. തൻ്റെ ബുദ്ധിയും തൻ്റെതായ പ്രവർത്തനങ്ങളും കൊണ്ടും മാത്രം നീതിയോടും നേരോടും കൂടി ആ 100 ദിവസം ജീവിക്കണം. അതിനുശേഷം ഈ ബോർഡ് തന്നെ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ഈ 100 ദിവസത്തെ ജീവിതത്തെ വിലയിരുത്തിയതിന് ശേഷമേ ആ വ്യക്തിക്ക് CEO ആയിരിക്കാനുള്ള യോഗ്യതയുള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ആ 100 ദിവസം തികയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാനം അടുത്ത അവകാശിക്ക് നൽകപ്പെടുകയും ചെയ്യും. അന്ന് പോയ നിങ്ങളുടെ വല്യച്ഛൻ രഘുരാമിന് വേണ്ടി തേടാത്ത നാടുമില്ല സ്ഥലവുമില്ല. അദ്ദേഹം തിരിച്ചു വരാത്ത കാരണത്താൽ CEO എന്ന സ്ഥാനത്തേക്ക് നിങ്ങളുടെ അച്ഛൻ ആദിത്യറാമിനെയാണ് നിയമിച്ചിരുന്നത്. അന്നേ കണ്ടീഷൻ അദ്ദേഹം ഒഴിവാക്കിയതാണ്. ഡോക്യുമെന്റഡ് റെസൊല്യൂഷൻ ചെയ്തിട്ടുമില്ല. ഇപ്പോ നിങ്ങളുടെ വല്യമ്മ ആ റൂള് തിരിച്ചു കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നു. ഈ കണ്ടീഷൻ എനിക്ക് ഓക്കെയാണ്. അച്ഛന്റെയും മുത്തച്ഛന്റെയോ പേര് പറഞ്ഞ് CEO ആവുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ജസ്റ്റ് ബൈലോ മസ്റ്റ് ബി ദ ക്വാളിഫിക്കേഷൻ. റാം, ഞാൻ പറയുന്നത് കേൾക്ക്. ഇതൊരു വലിയ സഭയാണ്. 100 ദിവസം ഡിസ്ഗൈസിലിരിക്കുന്ന അത്ര ഈസി ഒന്നുമല്ല. നിന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റി ഈ കണ്ടീഷനിൽ ഫെയിലാക്കി ഇവരുടെ മകനെ CEO ആക്കണം. അതാണ് അവരുടെ പ്ലാൻ. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മ ബലഹേ തൂർപ്പോഹു മാത്തേ സങ്കോസ്ത കർമ്മിണി. മനുഷ്യന് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, ഫലോയിച്ചിക്കാൻ അധികാരമില്ല. ഡോണ്ട് ഡു ദിസ്. ഒരു ആവേശത്തിന് പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു യുഗത്തിൽ അച്ഛന്റെ വാക്ക് കേട്ടവൻ രാമനായിരുന്നു. എന്നാൽ മറ്റൊരു യുഗത്തിൽ അച്ഛന്റെ വാക്ക് കേൾക്കാത്തവൻ പ്രഹ്ലാദനും. ഇവിടെ വാക്കല്ലച്ച, ധർമ്മമാണ് മുഖ്യം. സബാഷ്. പുറം നാട്ടില് പിസ്സ ബർഗറൊക്കെ കഴിച്ച് അമൂൽ ബേബി ആയിരിക്കുന്ന കരുതിയത്. വിചാരിച്ച പോലെയല്ല, നീ സ്മാർട്ടാ. ഇനി അച്ഛനും മോനും കൂടെ വീട്ടിൽ പോയി നന്നായിട്ട് ആലോചിച്ച് ഒരു നല്ല മുഹൂർത്തം കണ്ടുപിടിക്കും. പ്ലാൻ ചെയ്ത് മുഹൂർത്തം കുറിക്കാനായിട്ട് മുത്തച്ഛന്റെ കണ്ടീഷൻസ് ഒന്നും ഭാരമല്ല, എന്റെ ഉത്തരവാദിത്വ. അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുഹൂർത്തം നോക്കുന്നത് എന്തിനാ? അമ്മയെ നോക്കിക്കൊള്ളാം അച്ഛാ. ഇന്ന് ജനുവരി 10-ാം തീയതി, കൃത്യമായി 100 ദിവസം. അതായത് ഏപ്രിൽ 20-ാം തീയതി വരെ നിങ്ങൾ ആരുടെയും കണ്ണിൽ പെടരുത്.
ആരുടെ മകനാണെന്ന് അറിയില്ല. 100 വർഷം നന്നായിരിക്കട്ടെ. സാരമില്ല, ഇരുന്നോളൂ. അവൻ വൈശാഖ ട്രെയിനിൽ കയറിപ്പോയപ്പോ നീ എന്ത് ചെയ്യാറുണ്ടാ? അത് ഇഡലി കഴിച്ചോണ്ടിരിക്കുവാണ്. ഇഡ്ഡലി തിന്നു പറഞ്ഞോ വൃത്തിയിട്ടവനെ. അബേ, സ്ലോ ഡൗൺ. അവനൊരു വെള്ളരി പ്രാവാട. കൂട്ടിനുള്ളിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ അതിന് സേഫ്റ്റി. വെളിയിൽ പറന്നേക്കാം, പക്ഷെ വളരെ കഷ്ടപ്പെടേണ്ടി വരും. ഈ ചെറിയ ലോകത്തിൽ അവൻ എവിടെ പോയി ഒളിക്കാനാടാ? ആ വൈശാഖിലെ രമേശിന് ഫോൺ ചെയ്. സാർ, നിങ്ങളുടെ ബാഗ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ബാഗ് മറന്നു വെച്ചു. ഓ താങ്ക്സ്. കിളവാ, ഇതിന്റെ അകത്തെങ്ങാനും ഇനി കാലൂത്തിയ 2 കാല് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞേക്കാം. ആരോടൊക്കെ പറയണ്ടേന്ന് വെച്ചാ പോയി പറഞ്ഞോ. വരുന്നവനെയും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഓ, എന്തു പറ്റി മുത്തച്ഛൻ? ആരവൻ? പൂന്തോട്ടത്തിൽ കീടം ബാധിക്കുന്ന പോലെ ഈ ഗ്രാമത്തിലും ഒരു കീടം ബാധിച്ചിട്ടുണ്ട്. അവൻ അകത്തിരിപ്പുണ്ട്. അവന്റെ പേരാ ബാലരാജു. അവന്റെ അച്ഛൻ ഈ നാട്ടിലെ MLA. ഈ കീടത്തിന് ഏത് മരുന്നടിച്ചാ പോകുമെന്നോ ഏത് വിഷം വെച്ചാ ചാകുമെന്നോ ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാ ഞാൻ വരട്ടെ മോനെ. ശരി, എന്നാ പോട്ടെ.